അപ്പോൾ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പുതിയ ടോപ്പിക്ക് തുടങ്ങാൻ പോവാണ്. വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ദ ഇന്ത്യൻ പ്രിയാമ്പിൾ. നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്ത്യൻ പ്രിയാമ്പിൾ പഠിക്കും. സാധാരണ ഒരു ക്ലാസ്സിൽ കിട്ടാത്ത ഒരു ഡെപ്ത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ കിട്ടും. ഓക്കെ, സോ വിൽ ട്രൈ ടു മേക്ക് ദ ക്ലാസ് ഇൻട്രസ്റ്റിംഗ്. അപ്പം എൻ്റെ ആദ്യത്തെ ചോദ്യം, ഓക്കെ, വാട്ട് ഈസ് എ പ്രിയാമ്പിൾ? എന്താണ് ഒരു പ്രിയാമ്പിൾ? നമ്മൾ ടോപ്പിക്ക് പഠിക്കുന്നതിന് മുമ്പേ ടോപ്പിക്ക് എന്താണെന്ന് മനസ്സിലാക്കണ്ടേ? പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇൻ എ സിമ്പിൾ സെൻസ് ഇറ്റ് ജസ്റ്റ് മീൻസ് ഇൻട്രൊഡക്ഷൻ ഓർ എ പ്രിഫേസ്, ആമുഖം. ഇപ്പം നിങ്ങളൊരു പുസ്തകം വായിക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഇനീഷ്യൽ പേജസിൽ ഒരു പ്രിഫേസ് കാണും. ആ പുസ്തകത്തിൻ്റെ ഒരു ചെറിയ ജിസ്റ്റ്, ആ പുസ്തകത്തെ പറ്റിയുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ജനറലി കിട്ടാൻ വേണ്ടിയാണ് ഈ പ്രിഫേസ് പ്രസൻ്റ് ആവുന്നത്. സോ നമ്മുടെ ഭരണഘടനയെക്കുറിച്ച് നമുക്കൊരു ബേസിക് ഐഡിയ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് വായിക്കണം? വി ഷുഡ് റീഡ് ദ ഇന്ത്യൻ പ്രിയാമ്പിൾ. അപ്പം നമ്മുടെ ഭരണഘടന ആദ്യം തന്നെ നമുക്ക് എന്തുണ്ട്? ഒരു പ്രിയാമ്പിൾ ഉണ്ട്. അപ്പോൾ പ്രിയാമ്പിൾ ഇസ് സിംപ്ലി ദ പ്രിഫേസ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ ജസ്റ്റ് ലൈക്ക് എൻ ഇൻട്രൊഡക്ഷൻ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഫോർമാറ്റിൽ തന്നെ ഇത് കൊണ്ടുപോകാം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ഓക്കെ, ഈസ് ഇറ്റ് അറ്റാച്ച്ഡ് ഓൺലി ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ? നമ്മൾ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഫോർമാറ്റിലായിരിക്കും പോകുന്നത്. പ്രിയാമ്പിള് ഭരണഘടനകളിൽ മാത്രമേ നമ്മൾ അറ്റാച്ച് ചെയ്യാറുള്ളൂ, അതോ വേറെ ഏതെങ്കിലും ഡോക്യുമെന്റ്സിൽ പ്രിയാമ്പിൾ നമുക്ക് കാണാൻ പറ്റും? ഐ വിൽ മേക്ക് മൈസെൽഫ് ക്ലിയർ അഗെയിൻ. പ്രിയാമ്പിൾ എന്ന് പറയുന്ന ഡോക്യുമെന്റ് ഭരണഘടനകൾക്ക് മാത്രമാണോ ഉള്ളത്? ഭരണഘടനകൾക്ക് മാത്രമാണോ പ്രിയാമ്പിൾ ഉള്ളത്? ഓർ വേറെ ഏതെങ്കിലും ഡോക്യുമെന്റ്സിൽ നമുക്ക് പ്രിയാമ്പിൾ കാണാൻ കഴിയുമോ? ദ ആൻസർ ഇസ് സിമ്പിൾ. ഭരണഘടനകൾക്ക് മാത്രമല്ല, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ മാത്രമല്ല പ്രിയാമ്പിൾ ഉള്ളത്. ഏതെങ്കിലും ഒരു നിയമത്തിന്, ഒരു ലീഗൽ ഡോക്യുമെന്റിന് ചിലപ്പോൾ എന്തുണ്ടാവും? ഒരു പ്രിയാമ്പിൾ ഉണ്ടാവും. നിങ്ങൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എടുത്ത് നോക്കുക, അതിൻ്റെ ഇനീഷ്യൽ പേജസിൽ യു ക്യാൻ ഫൈൻഡ് എ പ്രിയാമ്പിൾ ലൈക്ക് എ പ്രിഫേസ് ടു ദ എൻറ്റയർ ആക്ട്. അപ്പോൾ ഇപ്പോൾ ഇത് തന്നെ മനസ്സിലാക്കി വെക്കുക, പ്രിയാമ്പിൾ എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ്, ഓക്കെ, അല്ലെങ്കിൽ ഒരു റൈറ്റിംഗ്, അത് ഭരണഘടനകൾക്ക് മാത്രമല്ല ഉള്ളത്, മേ ബി ലീഗൽ ഡോക്യുമെന്റ്സിന് പലതിനും ഉണ്ടാവും. അപ്പോൾ അതും മനസ്സിലാക്കുക. ഓക്കെ, ഇനി ലോകത്ത് നമ്മൾ പ്രിയാമ്പിളിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ആദ്യത്തെ ഒഫീഷ്യൽ ആയിട്ടുള്ള പ്രിയാമ്പിൾ നമുക്ക് കാണാൻ കഴിയുന്നത് US കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. ഇറ്റ് വാസ് ദ ഫസ്റ്റ് ടു ക്യാരി എ പ്രിയാമ്പിൾ. ഓക്കെ, സിൻസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ സെവറൽ ലിബറൽ ഡെമോക്രസീസ് ഹാവ് പ്രിഫേസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ വിത്ത് എ പ്രിയാമ്പിൾ. ഇപ്പം നോർമലി US ആണ് ഇത് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയപ്പെടുന്നു. അത് കഴിഞ്ഞ് പല ലിബറൽ ഡെമോക്രസീസും അവരുടെ ഭരണഘടനയ്ക്ക് എന്ത് കൊടുത്തു? ഒരു പ്രിയാമ്പിളിനെ കൊടുത്തു. ഓക്കെ, ഇനി നോർമൽ കേസിൽ ഇതൊരു നിങ്ങളൊരു ജനറലൈസ് ചെയ്യേണ്ട, പക്ഷേ നോർമൽ കേസിൽ, ഓക്കെ, നോർമൽ കേസിൽ നോൺ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രാജ്യങ്ങൾക്ക് പലർക്കും പ്രിയാമ്പിൾ ഉണ്ടാവാറില്ല. ഓക്കെ, പക്ഷെ ചിലർക്ക് ഉണ്ടായിരുന്നു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പഴയ സോവിയറ്റ് യൂണിയൻ, ഓക്കെ, സോവിയറ്റ് യൂണിയന് 1936 കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു. അതിന് എന്തുണ്ടായിരുന്നില്ല? ഒരു പ്രിയാമ്പിൾ ഉണ്ടായിരുന്നില്ല. അതേസമയം ചൈനീസ് കോൺസ്റ്റിറ്റ്യൂഷൻ 1954 ചൈനീസ് കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ നോക്കിയാൽ അതിനും എന്തുണ്ടായിരുന്നില്ല? പ്രിയാമ്പിൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് ചൈന എന്ത് ചെയ്തു? 1978 അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അവരൊരു പ്രിയാമ്പിൾ ആഡ് ചെയ്തു. അപ്പം ഇനീഷ്യൽ ഫേസിലെങ്കിലും നോൺ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രാജ്യങ്ങൾക്ക് യൂഷ്വലി പ്രിയാമ്പിൾ ഉണ്ടാവാറില്ലായിരുന്നു. ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ലിബറൽ രാജ്യങ്ങൾക്കാണ് കൂടുതൽ പ്രിയാമ്പിളിൻ്റെ ഒരു പ്രസൻസ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷെ ഇപ്പം കുറേ രാജ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? US-ന്റെ ട്രഡീഷൻ ഫോളോ ചെയ്തിട്ടുണ്ട്. അവർ സ്വന്തമായിട്ട് എന്തുണ്ടാക്കിയിട്ടുണ്ട്? സ്വന്തമായിട്ട് പ്രിയാമ്പിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? പ്രിയാമ്പിൾ കാണാൻ പറ്റും. ഓക്കെ, ഇനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രിയാമ്പിൾ ആൻഡ് ദ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. ഓക്കെ, ഇത് എന്തുകൊണ്ട് പഠിപ്പിക്കുന്നു എന്നുള്ളത് ചിലർക്കെങ്കിലും ഒരു ധാരണ ഉണ്ടാവും. ഓക്കെ, എനിവേസ് വി വിൽ ലുക്ക് ഇൻ ടു ദിസ്. ഓക്കെ, ദ പ്രിയാമ്പിൾ ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ബേസ്ഡ് ഓൺ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ മൂവ്ഡ് ബൈ പണ്ഡിറ്റ് നെഹ്റു ആൻഡ് ഓൺ December 1946. പിന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ത് ചെയ്തു? ഇത് പാസ്സാക്കുകയും ചെയ്തു. ഓക്കെ, അപ്പൊ ചിലർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയാമ്പിൾ ബേസിക്കലി ഒബ്ജക്റ്റീവ് റെസൊല്യൂഷന്റെ ഒരു മോഡിഫൈഡ് വെർഷൻ തന്നെയാണ്. അതായത് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനെ കുറച്ച് മോഡിഫൈ ചെയ്ത് നമ്മൾ പ്രിയാമ്പിൾ ആക്കിയെന്ന് പറയുന്നു. അപ്പൊ ചിലർ പറയും പ്രിയാമ്പിളിന്റെ സോഴ്സ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ്. അപ്പം ഈ റിലേഷൻഷിപ്പ് നമ്മൾ സിമ്പിളായിട്ട് പറയുന്ന പോലെ അത്ര എളുപ്പമല്ല. വി വിൽ ട്രൈ ടു അൺടൈ ദ ലോക്സ്. ഓക്കെ, എന്താണ് ശരിക്കും ഇതൊക്കെ തമ്മിലുള്ള ബന്ധം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്തിനാണ് ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ ബേസിക്കലി നമ്മുടെ ഭരണഘടനയുടെ ഒബ്ജക്റ്റീവ്സ് എന്താണ്? ഓക്കെ, ഇറ്റ്സ് ലൈക്ക് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഒബ്ജക്റ്റീവ്. അപ്പോൾ എന്തിനാണ് ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ? വൈ വി നീഡഡ് ദാറ്റ്? അതിൻ്റെ ഉത്തരം നമുക്ക് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഡിബേറ്റുകളിലേക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ കഴിയും. വി ഷുഡ്
ഡൈവ് ഡീപ്പ് ഇൻ ടു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിബേറ്റ്സ്. നിങ്ങളുടെ ആൻസർ റൈറ്റിങ്ങിനൊക്കെ ഇത് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ ഇവിടെ നിങ്ങൾ അടിയിലേക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് വൈ ആൻഡ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഇസ് നീഡഡ്. ഓക്കെ, അത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, വി ഷുഡ് present a clear picture of this plan to ourselves and to people of India and the world at large. ഈ ഒരു കുറച്ച് വരികളിലാണ് എന്തുകൊണ്ടാണ് നമുക്കൊരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ വേണമെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് ഇന്ത്യ ഒരു ഭരണഘടന ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനുവേണ്ടിയാണല്ലോ നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി സ്ഥാപിച്ചത്. പക്ഷേ ഇന്ത്യക്ക് ഒരു സക്സസ്ഫുൾ രാജ്യമാവാൻ പറ്റും എന്ന് എല്ലാവർക്കും അന്ന് കാലത്ത് വിശ്വാസം ഉണ്ടായിരുന്നില്ല. മെനി വെസ്റ്റേൺ കൺട്രീസ്, ഈവൻ അന്ന് ബ്രിട്ടനിൽ ഇരുന്ന പലർക്കും ഇന്ത്യ ഒരു ഡെമോക്രസി ആയിട്ട് ഒരിക്കലും വളരില്ല, ഒരു രാജ്യമായിട്ട് ഇത് വളരില്ല, ഇത് വളരെ വെഡ്ജസ് ഉള്ള ഒരു ജോഗ്രഫിക്കൽ ഏരിയ ആണ്, ഇത് എന്നെങ്കിലും പൊളിഞ്ഞു പോകുന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഓക്കെ, അതൊരു കാര്യം. പിന്നെ ഇന്ത്യക്കാർക്ക് തന്നെ ഒരു കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള രാജ്യം എന്നുള്ള അനുഭവം പുതിയ അനുഭവമാണ്. അപ്പം ഒബ്ജക്റ്റീവ് റെസൊല്യൂഷന്റെ ഒരു ഉദ്ദേശം എന്തായിരുന്നു? ഒന്ന്, ഭരണഘടന ഉണ്ടാക്കാനിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിക്ക് തന്നെ കറക്റ്റ് ഒരു ഐഡിയ വേണം, നമ്മൾ എന്താണ് ഉണ്ടാക്കേണ്ടത്. നമ്മളിപ്പോൾ ഒരു വീട് ഉണ്ടാക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു പ്ലാൻ വരയ്ക്കില്ലേ? അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നതിന് മുമ്പ് കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തൊക്കെ വേണം എന്നുള്ളൊരു ഐഡിയ ആണ് എന്ത്? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. അപ്പോൾ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ പറയുന്ന ഐഡിയ അനുസരിച്ചാണ് ഏകദേശം നമ്മൾ ഭരണഘടന ഉണ്ടാക്കിയത്. സോ ബിഫോർ ബിൽഡിംഗ് എ ഹൗസ് വി നീഡ് എ പ്ലാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, that we should present a clear picture of this plan to ourselves. അപ്പോൾ എന്താണ് ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഉണ്ടാക്കാൻ പോകുന്നതെന്നുള്ളൊരു ഐഡിയ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിക്ക് തന്നെ വേണ്ടേ? അതിനുവേണ്ടി എന്താണ് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്? ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. അതുപോലെ ജനങ്ങളെ നമുക്ക് വിശ്വാസത്തിലെടുക്കണ്ടേ? നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണണം. അപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവണം ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഞങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് വരാൻ പോകുന്നത്, ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഓക്കെ, അല്ലാതെ പണ്ട് ചില കോൺസ്റ്റിറ്റ്യൂഷൻസ് മൊണാർക്കുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിക്റ്റേറ്റേഴ്സും കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് അവരുടെ പെർപ്പസിനെ സ്യൂട്ട് ചെയ്യാൻ. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഇരിക്കുന്ന നമ്മുടെ സ്റ്റേറ്റ്സ്മെന് ഒരു കാര്യം പ്രൂവ് ചെയ്യണമായിരുന്നു ജനങ്ങളോടെ, ഇനി ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങളെ ബെനിഫിറ്റ് ചെയ്യും. അതിനും എന്ത് സഹായിക്കും? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഭരണഘടനയിൽ എന്തൊക്കെയാണ് വരാൻ പോകുന്നത്, ഇന്ത്യൻ സ്റ്റേറ്റ് എങ്ങനെ ആവണം, ഇതെല്ലാം ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിലുണ്ട്. അപ്പോൾ ഒന്നാമത്തെ പർപ്പസ്, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇരിക്കുന്നവർക്ക് ഒരു ധാരണ വേണം അവരെന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, അതിന് അവരെ എന്ത് ഹെൽപ്പ് ചെയ്യും? ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഹെൽപ്പ് ചെയ്യും. രണ്ട്, ജനങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടാവും, ഇവർ ഇന്ന ഐഡിയകൾ കൊണ്ടാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിലുള്ള ഐഡിയകളായിരിക്കും കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്നത്, അത് ഞങ്ങളുടെ നന്മയ്ക്കായിരിക്കും. മൂന്ന്, ലോകത്തിന് ഇതൊരു മെസ്സേജാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ പോവാണ്, ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വെൽ ഫങ്ഷനിങ് ആയിട്ടുള്ള ഒന്നാവും, അത് ഇന്ത്യയെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു കേപ്പബിലിറ്റി ഉള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. ഈ മെസ്സേജ് വേൾഡിന് വിടണം. അപ്പം നമ്മൾ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഉണ്ടാക്കിയത് എന്തിനാ? ഒന്ന്, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നവർക്ക് ഒരു കറക്റ്റ് ധാരണ വേണം എങ്ങനെയുള്ള കോൺസ്റ്റിറ്റ്യൂഷനാണ് അവരുണ്ടാക്കുന്നതെന്ന്. രണ്ടാമത്തത്, വേൾഡിനൊരു മെസ്സേജാണ്. ഓക്കെ, ഇന്ത്യ ഡെമോക്രാറ്റിക് ഐഡിയാസും സോഷ്യലിസവും സെക്യുലറിസവും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നൊരു കോൺസ്റ്റിറ്റ്യൂഷനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സെക്യുലറിസം പിന്നെയാണ് ആഡ് ചെയ്തത്, പക്ഷേ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സ്പിരിറ്റിൽ തന്നെ എന്തുണ്ട്? സെക്യുലറിസം ഉണ്ട്. ഓക്കെ, മൂന്നാമത്, ഇന്ത്യൻ ജനങ്ങൾക്ക് തന്നെ ഒരു വിശ്വാസം ഉണ്ടാവണം, ഇനി ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇരിക്കുന്ന ആൾക്കാർ ഉണ്ടാക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഞങ്ങളുടെ നന്മയ്ക്കാണ്. ഈ ഒരു മൂന്ന് പർപ്പസ് സർവ് ചെയ്യാനാണ് നമ്മൾ എന്തുണ്ടാക്കിയത്? ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഉണ്ടാക്കിയത്. ഓക്കെ, ഇതിനകത്ത് ജവഹർലാൽ നെഹ്റു പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ വലിയ ചേഞ്ചസ് ഒന്നും വരുത്താൻ ഇദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. ഓക്കെ, ഇതുപോലെ തന്നെ ആയിരിക്കണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഇദ്ദേഹം പറഞ്ഞിരുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഡിബേറ്റിൽ കാണാം. ഇനി മൂന്നാമത്തത്, ഓക്കെ, നമ്മുടെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷന്റെ ചില മെയിൻ ഫീച്ചേഴ്സ് നമ്മളൊന്ന് നോക്കണം. ഓക്കെ, ഞാനത് എക്സാക്ട് വേർഡ്സ് ആയിട്ടല്ല ഇട്ടേക്കുന്നത്, കീവേഡുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്തിനാണെന്നുള്ളത് യു ഹാവ് ടു കണക്ട് ദ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആൻഡ് പ്രിയാമ്പിൾ. നമ്മൾ പറഞ്ഞു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷന്റെ ഒരു ഐഡിയയിൽ നിന്നാണ് പ്രിയാമ്പിൾ വരുന്നത്. പക്ഷേ പ്രിയാമ്പിളും ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ചില ഡിഫറൻസസ് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, വി ക്യാൻ സീ സം ഡിഫറൻസസ്. അപ്പം ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ ഇന്ത്യയെ പറ്റി പറയുന്ന ഇന്ത്യസ് ഇൻ ഇൻഡിപെൻഡന്റ് സോവറിൻ റിപ്പബ്ലിക് ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഇന്ത്യൻ ടെറിട്ടറി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അന്ന് കാലത്തെ ബ്രിട്ടീഷ് ഇന്ത്യ. പിന്നെ ദ ടെറിട്ടറീസ് ദാറ്റ് നോ ഫോം ദ ഇന്ത്യൻ സ്റ്റേറ്റ്സ്, അതായത് പ്രിൻസ്ലി സ്റ്റേറ്റുകൾ. മൂന്ന്, എനി സച്ച് അതർ പാർട്സ് ഓഫ് ഇന്ത്യ ആസ് ആർ ഔട്ട്സൈഡ് ബ്രിട്ടീഷ് ഇന്ത്യ. ഇതിന്റെ അർത്ഥം എന്താ? ഇന്ത്യക്ക് വേണമെങ്കിൽ ഫ്യൂച്ചറിൽ പുറത്തുനിന്നുള്ള
ഏരിയാസിനെ അക്വയർ ചെയ്യാം. അപ്പോൾ ഇന്ത്യയുടെ ടെറിട്ടറി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒന്ന് ബ്രിട്ടീഷ് ഇന്ത്യ, ബ്രിട്ടീഷുകാർ നമുക്ക് തന്നിട്ട് പോയ ആ ഒരു ടെറിട്ടറി. രണ്ട്, ഇന്ത്യയിലേക്ക് ചേരാൻ ആഗ്രഹിക്കുന്ന നേറ്റീവ് സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ പ്രിൻസ്ലി സ്റ്റേറ്റുകൾ. മൂന്നാമത്, ഇനി ഇന്ത്യയിലേക്ക് ചേരാൻ സാധ്യതയുള്ള ടെറിട്ടറീസ്. അത് ഇപ്പോഴത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഭാഗമല്ല, പക്ഷേ എക്സ്റ്റേണൽ ടെറിട്ടറി ഫ്യൂച്ചറിൽ ഇന്ത്യയിലേക്ക് വരാം. അപ്പോൾ അതും ഇന്ത്യൻ ടെറിട്ടറിയുടെ ഗണത്തിൽ പെടും. പിന്നെ ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആയിരിക്കും. ഫെഡറേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യ ഒരു ഫെഡറേഷൻ ആണ്. സുപ്രീം കോടതിയുടെ പല ഉത്തരവുകളും ഇത് തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ എഴുതിയേക്കുന്നത് ഇന്ത്യ ഷാൽ ബി എ യൂണിയൻ. ഓക്കെ. പിന്നെ റെസ്യൂട്ടറി പവർ വിത്ത് ദ സ്റ്റേറ്റ്. റെസ്യൂട്ടറി പവർ എന്താണ്? ഇപ്പം നമുക്ക് ഒരു 7th ഷെഡ്യൂളും 8th ഷെഡ്യൂളും അതുപോലെ പല ഷെഡ്യൂളുകളുണ്ട്. ഓക്കെ. അപ്പോൾ ഷെഡ്യൂൾസിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് 3 ലിസ്റ്റുകളുണ്ട്. ഒന്ന് യൂണിയൻ ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റിൽ എന്തെങ്കിലും ഐറ്റം ഉണ്ടെങ്കിൽ അതിൽ യൂണിയൻ ആയിരിക്കും നിയമം ഉണ്ടാക്കാൻ അധികാരം. സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള ഐറ്റംസ് ആണെങ്കിൽ സ്റ്റേറ്റിന് ആണ് നിയമം ഉണ്ടാക്കാനുള്ള അധികാരം. കൺകറന്റ് ലിസ്റ്റിലുള്ള ഐറ്റംസ് ആണെങ്കിൽ അതിനകത്ത് സ്റ്റേറ്റിനും സെൻട്രൽ ഗവൺമെന്റിനും നിയമം ഉണ്ടാക്കാനുള്ള അധികാരമുണ്ട്. പക്ഷേ ചില ഐറ്റംസ് എവിടെ മെൻഷൻഡ് അല്ല. യൂണിയൻ ലിസ്റ്റിലും ഇല്ല, സ്റ്റേറ്റ് ലിസ്റ്റിലും ഇല്ല, കൺകറന്റ് ലിസ്റ്റിലും ഇല്ല. അങ്ങനെയുള്ള എന്തെങ്കിലും പുതിയ ഐറ്റം വരുവാണെങ്കിൽ ആർക്കാണ് നിയമം ഉണ്ടാക്കാനുള്ള പവർ? അത് യൂഷ്വലി യൂണിയൻ ഗവൺമെന്റിനാണ് പോവാറ്. കാരണം റെസിഡ്യറി പവർ എന്ന് പറഞ്ഞാൽ റെസിഡ്യൂ, ബാക്കി വരുന്നത്, മിച്ചം വരുന്നുള്ള വാക്കിൽ നിന്ന് അത് വരുന്നു. അപ്പോൾ യൂണിയൻ ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലും സ്റ്റേറ്റ് ലിസ്റ്റിലും മെൻഷൻ ചെയ്യപ്പെടാത്ത ഒരു പുതിയ ഐറ്റം വരുവാണെങ്കിൽ അതിന് നോർമലി ഇപ്പം നമ്മുടെ സാഹചര്യത്തിൽ നിയമം ഉണ്ടാക്കാനുള്ള അധികാരം യൂണിയൻ ഗവൺമെന്റിന്. പക്ഷേ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ പറയുന്നത് റെസ്യൂട്ടറി പവർ യൂണിയൻ അല്ല, അതാത് സ്റ്റേറ്റുകൾക്കായിരിക്കും എന്നാണ്. ഇതൊരു വ്യത്യാസമാണ് നമ്മുടെ ഭരണഘടനയും ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനും. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ റെസ്യൂട്ടറി പവർ കൊടുത്തിരിക്കുന്ന ആർക്കാണ്? സ്റ്റേറ്റ്സിനാണ്. ഭരണഘടനയിലോ ഈ പവർ കൊടുത്തിരിക്കുന്നത് ഭരണഘടനയിൽ യൂണിയനാണ്. ഇത് മനസ്സിലാക്കുക. പിന്നെ ഇന്ത്യൻ സ്റ്റേറ്റിന്റെ പവറിന്റെ സോഴ്സ് അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പവറിന്റെ സോഴ്സ് എന്തായിരിക്കും? ഇന്ത്യയിലെ ജനങ്ങൾ തന്നെ ആയിരിക്കും. പീപ്പിൾ ഓഫ് ഇന്ത്യ. അതായത് ഇന്ത്യയിൽ എന്തുണ്ട്? വി ഹാവ് പോപ്പുലർ സോവറിറ്റി, പവർ ഫ്ലോ ഫ്രം ദ പീപ്പിൾ. നമ്മൾ കുറച്ചുകൂടെ ഡെപ്തി പഠിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരും. ഇന്ത്യയിൽ പോപ്പുലർ സോവറിറ്റിയെക്കാട്ടി കുറച്ചുകൂടെ കറക്റ്റ് ടേം വി ഹാവ് കോൺസ്റ്റിറ്റ്യൂഷണൽ സോവറിറ്റി. അതായത് ജനങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷന് പവർ കൊടുത്തു. ഓക്കെ, ജനങ്ങളുടെ പവർ. അപ്പം ഇന്ത്യയിലെ ഏറ്റവും സോവറിൻ ആയിട്ടിരിക്കുന്നത് ഭരണഘടനയാണ്. ഏറ്റവും മേളിൽ ഭരണഘടന. ആരുടെ വികാരങ്ങളെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ കാണിക്കുന്നത്? ജനങ്ങളുടെ തന്നെ. സോ പോപ്പുലർ സോവറിറ്റി റെപ്രസെന്റഡ് ഇൻ ദ ഫോം ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ സോവറിറ്റി. ഇത് നിങ്ങൾ ഇപ്പം പഠിക്കണ്ട, ഫ്യൂച്ചർ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരും. ഓക്കെ, ക്ലിയർ? ഇനി ചില കാര്യങ്ങൾ ജനങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്, സെക്യൂർ ചെയ്യുന്നുണ്ട് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. ജസ്റ്റിസ്, സോഷ്യൽ ജസ്റ്റിസ് ഏതൊക്കെ ടൈപ്പ്? സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്. പിന്നെ ഇക്വാളിറ്റി ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. എന്തൊക്കെ ടൈപ്പ് ഇക്വാളിറ്റി? ഇക്വാളിറ്റി ഓഫ് സ്റ്റാറ്റസ്, ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, ഇക്വാളിറ്റി ബിഫോർ ലോ, ഫ്രീഡം പലതരത്തിൽ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. ഫ്രീഡം ഓഫ് തോട്ട്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത്, വർഷിപ്പ്, വൊക്കേഷൻ, അസോസിയേഷൻ ആൻഡ് ആക്ഷൻ. അപ്പൊ ഇത്രയധികം ഒരു 3 തരത്തിലെ ജസ്റ്റിസ്: സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ. പിന്നെ ഇക്വാലിറ്റി, പല ടൈപ്പ് ഓഫ് ഇക്വാലിറ്റി ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ പറഞ്ഞേക്കുന്ന കാര്യമാണ്. പിന്നെ പറയുന്ന ഒരു കാര്യം, ഈ റൈറ്റുകളൊക്കെ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഫ്രീഡംസും അല്ലെങ്കിൽ ഈ പറയുന്ന പല ടൈപ്പുള്ള ഇക്വാലിറ്റി ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിനെല്ലാം എന്തുണ്ട്? റീസണബിൾ റെസ്ട്രിക്ഷൻ ഉണ്ട്. റീസണബിൾ റെസ്ട്രിക്ഷൻ എന്താണ്? ഇതെല്ലാം ഇറ്റ് ഷുഡ് ബി സബ്ജക്ട് ടു ലോ ആൻഡ് പബ്ലിക് മൊറാലിറ്റി. അപ്പൊ റീസണബിൾ റെസ്ട്രിക്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് പല ടൈപ്പുള്ള ഫ്രീഡംസ് ഉണ്ടാവും, റൈറ്റ്സ് ഉണ്ടാവും. ഓക്കെ, പക്ഷേ അതിന്റെ മുകളിലെല്ലാം എന്തുണ്ട്? റെസ്ട്രിക്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് എന്തും ചെയ്യാൻ കഴിയില്ല. യുവർ ആക്ഷൻസ് ആർ സബ്ജക്ട് ടു ലോ ഓഫ് ദ ലാൻഡ് ആൻഡ് പബ്ലിക് മൊറാലിറ്റി. ഓക്കെ, അപ്പൊ ഇത് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ പറയുന്നുണ്ട്. പിന്നെ അഡ്വക്കേറ്റ് സേഫ് ഗാർഡ് ഷാൽ ബി പ്രൊവൈഡഡ് ഫോർ മൈനോറിറ്റീസ്, ബാക്ക്വേർഡ്സ് ആൻഡ് ട്രൈബൽ ഏരിയാസ്. ഇതും നമ്മുടെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ പറയുന്നുണ്ട്. മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് ആണെങ്കിലും ബാക്ക്വേർഡ് ഏരിയാസ് ആണെങ്കിലും ട്രൈബൽ ഏരിയാസിലാണെങ്കിലും അവർക്ക് സെപ്പറേറ്റ് സേഫ് ഗാർഡ് കൊടുക്കണമെന്ന്. പിന്നെ ഇന്ത്യക്ക് ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി ഉണ്ട്. നമ്മുടെ ലാൻഡിന്റെ മുകളിൽ നമുക്ക് പരമാധികാരം ഉണ്ടെന്നും പറയുന്നുണ്ട്. പിന്നെ ഇന്ത്യക്ക് വേൾഡിൽ പീസ് കൊണ്ടുവരാൻ ഇന്ത്യക്കും ഒരു റോൾ ഉണ്ടെന്ന് പറയുന്നു. ഇന്ത്യസ് റോൾ ഇൻ പ്രൊമോഷൻ ഓഫ് വേൾഡ് പീസ് ആൻഡ് വെൽഫെയർ ഓഫ് മാൻകൈൻഡ്. ഞാൻ കീവേഡുകളാണ് എടുത്തേക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ മെൻഷൻ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഞാൻ നിങ്ങളെ പുറമോട്ട് കൊണ്ടുപോവാം. ഓക്കെ, പുറമോട്ട് കൊണ്ടുപോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇന്ത്യൻ പ്രിയാമ്പിൾ ഒന്ന് വായിച്ചു നോക്കാം. ഇന്ത്യൻ പ്രിയാമ്പിൾ വായിക്കുമ്പോൾ
നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനും ഇന്ത്യൻ പ്രിയാമ്പിളും തമ്മിലുള്ള ചെറിയ വ്യത്യാസങ്ങൾ മനസ്സിലാവും. ഓക്കെ, അല്ലെങ്കിൽ ലാസ്റ്റ് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്താ കാണിക്കുന്നത്? പോപ്പുലർ സോവറിനിറ്റി. കോൺസ്റ്റിറ്റ്യൂഷന്റെ പുറകിൽ ആരാ? വി ദ പീപ്പിൾ. ഹാവിംഗ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻടു എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. പക്ഷെ ഇവിടെ ഒരു ചെറിയ ഒന്നുണ്ട്, ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്താ അതിന്റെ അർത്ഥം? ഇതിനകത്ത് സെക്യുലർ എന്ന് പറയുന്ന വാക്ക്, ഓക്കെ, സെക്യുലർ എന്ന് പറയുന്ന വാക്ക്, ഓക്കെ ക്ലിയർ, ദിസ് തിങ് വാസ് ആഡഡ് ലേറ്റർ. സെക്യുലർ എന്നുള്ള വാക്ക് ലേറ്റർ അഡീഷൻ ആണ്. ഓക്കെ, സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക്, ഈ ചില വാക്കുകൾ എവിടെ ഇല്ല? നേരത്തെ ഉള്ള പ്രിയാമ്പിളില്ല, ഒറിജിനൽ പ്രിയാമ്പിളില്ല. ഒറിജിനൽ പ്രിയാമ്പിളിൽ എന്താ എഴുതിയിരിക്കുന്നത്? സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ. അപ്പൊ ഈ സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞ വാക്കും സെക്യുലർ എന്ന വാക്കും ഒറിജിനൽ പ്രിയാമ്പിളിൽ ഇല്ല. ഒറിജിനൽ പ്രിയാമ്പിളിൽ എന്താ എഴുതിയിരിക്കുന്നത്? സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. നമ്മൾ ഇപ്പൊ കാണുന്ന കറണ്ട് പ്രിയാമ്പിളിൽ എന്താ എഴുതിയിരിക്കുന്നത്? സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. അപ്പൊ ഈ സോഷ്യലിസ്റ്റ് എന്നുള്ള വാക്കും സെക്യുലർ എന്നുള്ള വാക്കും ഒറിജിനൽ പ്രിയാമ്പിളിൽ ഇല്ലായിരുന്നു. അത് ആഡ് ചെയ്യപ്പെട്ടത് എപ്പോഴാണ്? 44th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് 1976. അപ്പൊ 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് 1976 അനുസരിച്ചാണ് സോഷ്യലിസ്റ്റ് എന്നുള്ള വാക്കും സെക്യുലർ എന്നുള്ള വാക്കും നമ്മുടെ പ്രിയാമ്പിളിൽ ആഡ് ചെയ്യപ്പെട്ടത്. മനസ്സിലാക്കുക. പിന്നെ ജനങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള ജസ്റ്റിസ് പ്രിയാമ്പിൾ കൊടുക്കും? സോഷ്യൽ ജസ്റ്റിസ്, ഇക്കണോമിക് ജസ്റ്റിസ്, പൊളിറ്റിക്കൽ ജസ്റ്റിസ്. ഇതെല്ലാം നിങ്ങൾ എവിടെ കണ്ടിരുന്നു? നമ്മുടെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിലും കണ്ടിരുന്നു. സെയിം. ഇനി ലിബർട്ടി, ഓക്കെ, ലിബർട്ടി ഓഫ് തോട്ട് എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്, ഇത് കൊടുക്കുന്ന കാര്യം പറയുന്നുണ്ട്. പിന്നെ ഇക്വാലിറ്റി കൊടുക്കുന്ന കാര്യം പറയുന്നുണ്ട് ജനങ്ങൾക്ക്. ഏതൊക്കെ തരത്തിൽ ഇക്വാലിറ്റി? ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ്, ഇത്രയും കാലം പല ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസും പല രീതിയിലുള്ള ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിനെ പരിഹരിക്കാൻ നമ്മൾ എന്ത് കൊടുക്കണം? ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് കൊടുക്കണം. ഇന്ത്യയിൽ എല്ലാവർക്കും ഈക്വൽ സ്റ്റാറ്റസ് വരണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്? ഇനി ഫ്യൂച്ചറിൽ എല്ലാവർക്കും ഇവിടെ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. അപ്പൊ ഇക്വാലിറ്റി രണ്ട് ടൈപ്പാണ്. ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ്, അപ്പൊ ഇന്ത്യയിൽ ഇൻഡിപെൻഡൻസ് കിട്ടുമ്പോൾ ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ഇല്ല, അത് കൊണ്ടുവരണം. അത് കഴിഞ്ഞ് ഇനിയുള്ള ഓപ്പർച്യൂണിറ്റികൾ വരുമ്പോൾ എല്ലാവർക്കും കിട്ടണം. ആൻഡ് ടു പ്രൊമോട്ട് എമംഗ് ദം ഓൾ ഫ്രട്ടേണിറ്റി, ഫ്രട്ടേണിറ്റിയും ബ്രദർഹുഡ്. ഓക്കെ, അഷ്യൂറിംഗ് ദ ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ആൻഡ് ദ യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ഇന്ത്യ. ഇവിടെയും ഒരു 2 എന്ന് പറയുന്നത് കാണിക്കുന്നുണ്ട്. ഓക്കെ, കാരണം എന്താ ഇവിടെ എഴുതിയേക്കുന്നത്? എന്താ? ഫ്രട്ടേണി അഷ്യൂറിംഗ് ദ ഡിഗ്നിറ്റി ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് യൂണിറ്റി ഓഫ് ദ നേഷൻ. അപ്പൊ എന്താ എഴുതിയേക്കുന്നത്? ഫ്രട്ടേണിറ്റി അഷ്യൂറിംഗ് ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ആൻഡ് യൂണിറ്റി ഓഫ് ദ നേഷൻ. പക്ഷെ ഇവിടെ ഒരു വാക്ക് എക്സ്ട്രാ വന്നു. എന്ത്? യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ദ നേഷൻ. അപ്പം ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന ഈ വാക്കും 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് 1976 വഴി വന്നതാണ്. അപ്പം 3 വേർഡ്സ് ഒറിജിനൽ പ്രിയാമ്പിളിൽ ഇല്ല. 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് 1976 വന്നതാണ്. ഏതൊക്കെയാണ്? സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഈ 2 വാക്കുകൾ. അതുപോലെ ഫ്രറ്റേണിറ്റി കഴിഞ്ഞ് ഇന്റഗ്രിറ്റി എന്നുള്ള വാക്ക്. അപ്പൊ സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി ഓർത്തിരിക്കുക. സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി, ഈ 3 വാക്കുകളും ഒറിജിനൽ പ്രിയാമ്പിളിൽ ഇല്ല. 1976 വന്ന 42nd അമെന്റ്മെന്റിലൂടെയാണ് ഈ വാക്കുകൾ ആഡ് ചെയ്യപ്പെട്ടത്. ഓർത്തിരിക്കുക. ഇനി ഞാൻ നിങ്ങളെ ജസ്റ്റ് ഈ പ്രിയാമ്പിൾ ഒന്ന് വായിച്ച് കാണിച്ചു തന്നു. അപ്പൊ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനും പ്രിയാമ്പിളും കുറെ അധികം സിമിലാരിറ്റി ഉണ്ടെങ്കിലും കുറെ അധികം അതിനകത്ത് ഡിഫറൻസും ഉണ്ട്. ആ ഡിഫറൻസ് നമുക്ക് കാണാം. ഓക്കെ, ഐ വിൽ ഷോ യു ദ ഡിഫറൻസ്. ഓക്കെ, ക്വസ്റ്റ്യനും വരാം UPSCയിൽ പോസിബിളി. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിലെ എല്ലാ കാര്യങ്ങളും സെയിം ആയിട്ടാണോ പ്രിയാമ്പിളിൽ എടുത്തിരിക്കുന്നത്? എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ലെറ്റ് സി. ഓക്കെ, അപ്പം നമുക്ക് ഈ ഡിഫറൻസ് എല്ലാം ഞാൻ ഇവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് എക്സ്ട്രാ ഡിഫറൻസസ് കൂടെ ഉണ്ട്, അതുകൂടെ ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. ആൻഡ് വി വിൽ ഹാവ് എ മീനിങ് ഫുൾ ഡിസ്കഷൻ. ഓക്കെ, ലെറ്റ്സ് ഹാവ് എ മീനിങ് ഫുൾ ഡിസ്കഷൻ ഹിയർ. അപ്പം ഞാൻ പറഞ്ഞ എന്താ? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ ഏതൊക്കെ ടൈപ്പ് ജസ്റ്റിസിനെ പറ്റിയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്? സോഷ്യൽ ജസ്റ്റിസിനെ പറ്റി, ഇക്കണോമിക് ജസ്റ്റിസിനെ പറ്റി, പൊളിറ്റിക്കൽ ജസ്റ്റിസിനെ പറ്റി. ഓക്കെ, ഏതൊക്കെ ടൈപ്പ് ഇക്വാലിറ്റിയെ പറ്റി ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പറയുന്നത്? ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ്, ഇക്വാലിറ്റി ബിഫോർ ലോ. 8 തരം ഫ്രീഡംസിനെ പറ്റി പറയുന്നു. 3 തരം ജസ്റ്റിസിനെ പറ്റി പറയുന്നു. 3 തരം ജസ്റ്റിസ്, 3 തരം ഇക്വാലിറ്റി, 8 തരത്തിലുള്ള ഫ്രീഡംസ്. ഫ്രീഡം ഓഫ് തോട്ട്, വർഷിപ്പ്, എക്സ്പ്രഷൻ, വൊക്കേഷൻ, ഇത് വെക്കേഷൻ അല്ല വൊക്കേഷൻ, ബിലീഫ്, അസോസിയേഷൻ, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. പക്ഷെ നമ്മൾ പ്രിയാമ്പിളിലേക്ക് വരുമ്പോൾ ഈ 8 ടൈപ്പ് ഫ്രീഡം ഒന്നും അവിടെ ഇല്ല. അവിടെ 5 ടൈപ്സ് ഓഫ് ഫ്രീഡം ആർ ഓൺലി മെൻഷൻസ്. ഓക്കെ, അവിടെ എന്തൊക്കെ മെൻഷൻ ഉണ്ട്?
തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത്, വർഷിപ്പ്. ഈ 5 ഫ്രീഡമേ എവിടെ ഉള്ളൂ? പ്രിയാമ്പിളിലുള്ളൂ. അപ്പം ഫ്രീഡം ഓഫ് വൊക്കേഷൻ, അസോസിയേഷൻ, വർക്ക്, ഇതിൽ പലതും എവിടാ വരുന്നത്? നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിലാണ് വരുന്നത്. അപ്പം ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനുള്ള ചില റൈറ്റുകൾ, ഫ്രീഡം ഓഫ് വൊക്കേഷൻ, അസോസിയേഷൻ, ഇതൊക്കെ നമ്മുടെ ഇന്ത്യൻ പ്രിയാമ്പിളിൽ വരുന്നില്ല, പക്ഷെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഭാഗമായിട്ട് ചിലത് വരുന്നുണ്ട്. ഫ്രീഡം ടു ഫോം അസോസിയേഷൻ, ആർട്ടിക്കിൾ 19. ഓക്കെ, അപ്പം പ്രിയാമ്പിളിൽ 5 തരത്തിലുള്ള ഫ്രീഡമേ ഉള്ളൂ: തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. അതേസമയം ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ 8 ടൈപ്പ് ഫ്രീഡം ഉണ്ട്. ഓക്കെ, അപ്പൊ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ വരുന്ന ചില ഫ്രീഡം പ്രിയാമ്പിളിൽ വന്നിട്ടില്ല, പക്ഷെ എവിടെ വന്നിട്ടുണ്ട്? ഫണ്ടമെന്റൽ റൈറ്റ്സിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ കാണിച്ചു തന്നു. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? റീസണബിൾ റെസ്ട്രിക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. റീസണബിൾ റെസ്ട്രിക്ഷൻ നിങ്ങൾക്ക് തോന്നിയതുപോലെ എല്ലാം ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ പ്രിയാമ്പിളിൽ എന്ത് ഇല്ല? റീസണബിൾ റെസ്ട്രിക്ഷനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ ലോയും പബ്ലിക് മൊറാലിറ്റിയും നിങ്ങൾക്ക് ഫ്രീഡം തരുമ്പോഴും ഇക്വാലിറ്റി തരുമ്പോഴും ലോയും പബ്ലിക് മൊറാലിറ്റിയും നോക്കണം. അതൊരു റീസണബിൾ റെസ്ട്രിക്ഷൻ ആണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം പ്രിയാമ്പിളിൽ എവിടെയും പറയുന്നില്ല. അതുപോലെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ ഞാൻ പറഞ്ഞു 8 തരത്തിലെ ഫ്രീഡം ആണ്, പ്രിയാമ്പിളിൽ വെറും 5 തരത്തിലെ ഫ്രീഡം. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ എന്തുണ്ട്? റെസ്ട്രിക്ഷൻ അണ്ടർ ലോ ആൻഡ് മൊറാലിറ്റി. പക്ഷെ ഇവിടെ എന്തില്ല? പ്രിയാമ്പിളിൽ ഒരു റെസ്ട്രിക്ഷനെ പറ്റിയും പറയുന്നില്ല. ഇനി കുറച്ചുകൂടെ ഡിഫറൻസസ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. നോക്കിക്കോ, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ മൈനോറിറ്റിയുടെ റൈറ്റ്സിനെ പറ്റി പറയുന്നുണ്ട്. മൈനോറിറ്റി റൈറ്റ്സിനെ പറ്റി എവിടെ പറയുന്നുണ്ട്? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ പ്രിയാമ്പിൾ എടുത്തു നോക്കിയാൽ പ്രിയാമ്പിളിൽ ഇത് പറയുന്നില്ല. മൈനോറിറ്റി റൈറ്റ്സിനെ പറ്റി എവിടെ പറയുന്നത്? മൈനോറിറ്റി റൈറ്റ്സിനെ പറ്റി ആർട്ടിക്കിൾ 29 30 നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് പറയുന്നുണ്ട്, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സ്. പക്ഷെ ഇത് പ്രിയാമ്പിളിൽ ഇല്ല. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിലുണ്ട് മൈനോറിറ്റി റൈറ്റ്സ്, പ്രിയാമ്പിളിൽ ഇല്ല. നമ്മൾ എവിടെയാണ് ഈ മൈനോറിറ്റി റൈറ്റ്സ് ഇട്ടേക്കുന്നത്? ഫണ്ടമെന്റൽ റൈറ്റ്സിൽ. ഇതൊരു വ്യത്യാസമാണ്. ക്ലിയർ? പിന്നെ ഞാൻ എന്താ പറയുന്നത്? റെസ്യൂട്ടറി പവേഴ്സ്. റെസ്യൂട്ടറി പവേഴ്സ് സ്റ്റേറ്റിന്റെ കയ്യിലായിരിക്കുമെന്ന് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ പറയുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം പ്രിയാമ്പിളിൽ എവിടെയും പറയുന്നില്ല. അത് മാത്രമല്ല, നമ്മുടെ ഭരണഘടന വന്നപ്പോൾ റെസ്യൂട്ടറി പവേഴ്സ് യൂണിയന്റെ കയ്യിലേക്ക് പോവുകയും ചെയ്തു. ഇത് വേറൊരു ഡിഫറൻസ് ആണ്. പിന്നെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ വേൾഡ് പീസിനെ പറ്റി പറയുന്നുണ്ട്. വേൾഡ് പീസിനെ പറ്റി പറയുന്നുണ്ട്. വേൾഡ് പീസിനെ പറ്റി ആരും ഇവിടെ പറയുന്നില്ല, പ്രിയാമ്പിളിൽ പറയുന്നില്ല. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ പറയുന്നുണ്ട്, പ്രിയാമ്പിളിൽ ഇതിനെപ്പറ്റി പരാമർശമൊന്നുമില്ല. പക്ഷേ വേൾഡ് പീസ് നിലനിർത്താൻ ഇന്ത്യക്ക് റോൾ ഉണ്ടെന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്, ആർട്ടിക്കിൾ 51. ഇതെന്താ? ഒരു DPSP ആണ്. അപ്പൊ ഞാൻ നിങ്ങളോട് എന്താ പറയുന്നത്? വാട്ട് ആം ഐ ട്രൈങ് ടു എക്സ്പ്ലെയിൻ? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനെ അതേ രീതിയിൽ പ്രിയാമ്പിൾ കോപ്പി ചെയ്തിട്ടില്ല, കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. 2, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനുള്ള ചില കാര്യങ്ങൾ പ്രിയാമ്പിളിൽ ഇല്ലെങ്കിലും ഭരണഘടനയിലെ വേറെ ചില ഭാഗങ്ങളിൽ വരാം. കാരണം അത് DPSP ആയിട്ട് വരാം, അത് നിങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിട്ടും വരാം. ഇതിന്റെയൊക്കെ എക്സാമ്പിൾ ആണ് ഞാൻ ഇവിടെ കാണിച്ചു തന്നത്. സോ വി ഹാവ് ഡൺ എ ഡീറ്റെയിൽഡ് സ്റ്റഡി. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞു ഈ ഇക്വാലിറ്റി ഓഫ് ഫ്രീഡം ഓഫ് അസോസിയേഷൻ, വൊക്കേഷൻ, വർക്ക്, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഫണ്ടമെന്റൽ റൈറ്റ്സിലാണ്. അല്ല ചിലതൊക്കെ ഫണ്ടമെന്റൽ റൈറ്റ്സിലാണ്. ഓക്കെ, മൈനോറിറ്റികളുടെ റൈറ്റ് പ്രിയാമ്പിളിൽ മെൻഷൻ ഇല്ല, പക്ഷേ ഫണ്ടമെന്റൽ റൈറ്റ് 29 30 മെൻഷൻ ഉണ്ട്. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇത് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇതുവരെ എന്ത് പഠിച്ചു? വി ഹാവ് ലേൺഡ് വാട്ട് ഇസ് എ പ്രിയാമ്പിൾ. ആദ്യം എന്താണ് പ്രിയാമ്പിൾ? പ്രിയാമ്പിള് എന്താ പറയുക, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നിർബന്ധമാണോ? അങ്ങനെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു എല്ലാ കോൺസ്റ്റിറ്റ്യൂഷനും പ്രിയാമ്പിൾ ഉണ്ടാവണമെന്നില്ല. ആ ക്വസ്റ്റ്യൻ ചിലപ്പോൾ മിസ് ആയിട്ടുണ്ടാവും. ലോകത്തുള്ള എല്ലാ കോൺസ്റ്റിറ്റ്യൂഷനുകൾക്കും പ്രിയാമ്പിൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഇല്ല. എല്ലാ കോൺസ്റ്റിറ്റ്യൂഷനും പ്രിയാമ്പിൾ ഇല്ല. ഓക്കെ, ഇനി മൂന്നാമത്, പ്രിയാമ്പിൾ എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് കോൺസ്റ്റിറ്റ്യൂഷനുകളോട് മാത്രമേ ചേർക്കുള്ളൂ എന്ന് ചോദിച്ചാൽ അങ്ങനെയില്ല. ഏതെങ്കിലും ലീഗൽ ഡോക്യുമെന്റിന് മുമ്പിൽ നമുക്ക് എന്ത് കാണാം? പ്രിയാമ്പിൾ കാണാം. അപ്പൊ 3 ചോദ്യം: എന്താണ് പ്രിയാമ്പിൾ? ലോകത്തുള്ള എല്ലാ കോൺസ്റ്റിറ്റ്യൂഷനുകൾക്കും പ്രിയാമ്പിൾ ഉണ്ടാവണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. ഓക്കെ, മൂന്നാമത്, പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷനുകളുടെ ഫ്രണ്ടിൽ മാത്രമാണോ അറ്റാച്ച് ചെയ്യുന്നത്? അല്ല, ചില ലീഗൽ ഡോക്യുമെന്റ്സിന്റെ ഫ്രണ്ടിലും പ്രിയാമ്പിൾ അറ്റാച്ച്ഡ് ആവാം. പിന്നെ ആദ്യമായിട്ട് ആരാണ് മോഡേൺ സെൻസിൽ പ്രിയാമ്പിൾ കൊണ്ടുവന്നത്? ആ ഒരു ഡിബേറ്റ് നമ്മൾ നോക്കി. പ്രിയാമ്പിളും ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനും തമ്മിലുള്ള ബന്ധം നമ്മൾ നോക്കി. ഓക്കെ, കാരണം നമ്മൾ എന്താ പറഞ്ഞത്? എന്തുകൊണ്ടാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ വേണ്ടി വന്നതെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന്, കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇരിക്കുന്നവർക്ക് അവരുണ്ടാക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ ആവണമെന്നൊരു ഐഡിയ വേണം. 2, ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ. 3, ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് ഒരു മെസ്സേജ്, അവരെ വിശ്വാസത്തിലെടുക്കാൻ.
അപ്പോൾ 3 ഉദ്ദേശമാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഉള്ളത്. പിന്നെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷന്റെ മെയിൻ ഫീച്ചേഴ്സ് നമ്മൾ നോക്കി, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനും പ്രിയാമ്പിളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ നോക്കി. ഇനിയും നമ്മുടെ പ്രിയാമ്പിളിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് എന്തൊക്കെ കാണാം? വാട്ട് ക്യാൻ വി ഫൈൻഡ് ഇൻസൈഡ് എ പ്രിയാമ്പിൾ? ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും നോക്കുന്നത്. ഇന്ന് ടൈം കഴിയാറായതുകൊണ്ട് വി വിൽ സീ ടു ദിസ് ദ റെസ്റ്റ് പാർട്ട് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ പ്രിയാമ്പിൾ തുറന്നു നോക്കിയാൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രിയാമ്പിൾ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ആദ്യം എന്നാണ് നമ്മുടെ പ്രിയാമ്പിളിനെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അഡോപ്റ്റ് ചെയ്തതെന്ന് കാണാം. ഡേറ്റ് ഓഫ് അഡോപ്ഷൻ എപ്പോഴാ? 26 നവംബർ 1949. അപ്പം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ എന്നാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തത്? ദ ഡേറ്റ് ഓഫ് അഡോപ്ഷൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. പ്രിയാമ്പിളിനെ അല്ല, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ നമ്മൾ അഡോപ്റ്റ് ചെയ്ത ദിവസം, ദ ഡേറ്റ് ഓഫ് അഡോപ്ഷൻ ഇവിടെ കാണാൻ പറ്റും, 26 നവംബർ. ഓക്കെ, ഇതിനെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേ എന്നും പറയുന്നത്, 26 നവംബർ 1949. പിന്നെ നമ്മുടെ ഇന്ത്യൻ സ്റ്റേറ്റിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്യാനും, ലിബർട്ടി പ്രൊവൈഡ് ചെയ്യാനും, ഇക്വാലിറ്റി പ്രൊവൈഡ് ചെയ്യാനും, ഫ്രട്ടേണിറ്റി പ്രൊമോട്ട് ചെയ്യാനും. ഇതൊക്കെയാണ് ഇന്ത്യൻ സ്റ്റേറ്റിന്റെ ഒബ്ജക്റ്റീവ്, അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, ടു പ്രൊവൈഡ് ജസ്റ്റിസ്. ജസ്റ്റിസ് ഞാൻ പറഞ്ഞു, സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ ജസ്റ്റിസ്. ഓക്കെ, ലിബർട്ടി, തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. ഓക്കെ, ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ, ഫ്രറ്റേണിറ്റി. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഭരണഘടനയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റേറ്റിന്റെ ഒബ്ജക്റ്റീവുകൾ. ഫ്യൂച്ചറിൽ ഇതൊക്കെ ജനങ്ങൾക്ക് കൊടുക്കണം, ഗ്യാരണ്ടി ചെയ്യണം. ഇനി മൂന്നാമത്, അപ്പം ആദ്യം ഡേറ്റ് ഓഫ് അഡോപ്ഷൻ കാണാം, രണ്ടാമത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഒബ്ജക്റ്റീവ് കാണാം. മൂന്നാമത് ഇന്ത്യൻ സ്റ്റേറ്റിന്റെ നേച്ചർ എന്താണ്, ഇതിന്റെ സ്വഭാവം എന്താണ്? ഹൗ ഷുഡ് ഇന്ത്യൻ സ്റ്റേറ്റ് ബി? ഇന്ത്യൻ സ്റ്റേറ്റ് ഷുഡ് ബി സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്കൻ പോളിറ്റി. ഓക്കെ, അപ്പൊ ഇന്ത്യൻ സ്റ്റേറ്റിന്റെ നേച്ചർ എന്താണ്? അപ്പം ഇന്ത്യൻ പ്രിയാമ്പിൾ നോക്കിയാൽ ഭരണഘടന എന്ന് അഡോപ്റ്റ് ചെയ്തു നമുക്ക് കിട്ടും ഡേറ്റ് ഓഫ് അഡോപ്ഷൻ. 3, ഇന്ത്യൻ ഭരണഘടനയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റേറ്റിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? 3, ഇന്ത്യൻ സ്റ്റേറ്റിന്റെ നേച്ചർ എന്താണ്, സ്വഭാവം എന്താണ്? ഓക്കെ, ഈ ഒരു ആസ്പെക്ട് എവിടുന്ന് കിട്ടി എന്നൊക്കെ, ഈ ഐഡിയാസ് നമുക്ക് ഈ ഡെമോക്രസിയുടെയും സോഷ്യലിസ്റ്റിന്റെയും സെക്യുലർ ആവണം, ഡെമോക്രാറ്റിക് ആവണം, ഈ ഐഡിയാസ് ഒക്കെ എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാഷണൽ സ്ട്രഗിളിൽ നിന്ന്. ഓക്കെ, ക്ലിയർ? ഇനി നമുക്ക് നോക്കാവുന്നത് പിന്നെന്തുണ്ട്? കോൺസ്റ്റിറ്റ്യൂഷന്റെ പവറിന്റെ സോഴ്സ് ആരാണ്? ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ ഡിറൈവ്സ് ഇറ്റ് അതോറിറ്റി ഫ്രം ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. അതായത് ഇന്ത്യയിൽ എന്തുണ്ട്? പോപ്പുലർ സോവറിറ്റി. കുറച്ചുകൂടെ നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പഠിച്ചാൽ ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ സോവറിറ്റി. ഇന്ത്യയിലെ ഏറ്റവും വലുത് കോൺസ്റ്റിറ്റ്യൂഷനാണ്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലുത് നമ്മളാണ്, വി ദ പീപ്പിൾ. കാരണം കോൺസ്റ്റിറ്റ്യൂഷന് പവർ കൊടുത്തത് നമ്മളാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ നമ്മൾ വഴി ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഏറ്റവും പവർഫുൾ. ഓക്കെ, നമ്മുടെ ആസ്പിറേഷൻസ് ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് കാണുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ. അപ്പം നമ്മളൊരു പ്രിയാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഡേറ്റ് ഓഫ് അഡോപ്ഷൻ, ഇന്ത്യൻ സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒബ്ജക്റ്റീവ്സ്, പിന്നെ ഇന്ത്യൻ സ്റ്റേറ്റിന്റെ നേച്ചർ എന്തായിരിക്കണം, സ്വഭാവം എന്തായിരിക്കണം, ആ ഐഡിയ, പിന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പവർ സോഴ്സ് എന്താണ്, ഇറ്റ് ഈസ് ദ പീപ്പിൾ. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇത് ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇനിയും നമുക്ക് ഈ ഒരു ടെക്നിക്കൽ കാര്യോട് നോക്കാം. ദ ക്ലാസ് ഇസ് ഗോയിങ് ടു വൈൻഡ് അപ്പ് സൂൺ. ഓക്കെ, ബാക്കി പ്രിയാമ്പിളിന്റെ ലീഗൽ ഹിസ്റ്ററി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ, വിൽ സ്റ്റഡി ദ ലീഗൽ ഹിസ്റ്ററി ഓഫ് ദ പ്രിയാമ്പിൾ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, അപ്പോൾ ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനും പ്രിയാമ്പിളും തമ്മിലുള്ള ഒരു ബന്ധം രസകരമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ ചില രാജ്യങ്ങളിൽ നിങ്ങൾ നോക്കിയാൽ അവർക്ക് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, പ്രിയാമ്പിൾ ഉണ്ടാവില്ല. മിക്ക രാജ്യങ്ങളും നിങ്ങൾ നോക്കിയാൽ അവർക്കൊരു പ്രിയാമ്പിൾ ഉണ്ടാവും, പക്ഷെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഉണ്ടാവില്ല. ഇങ്ങനെ കാണാം. പക്ഷെ ഇന്ത്യയുടെ കേസിൽ എന്ത്? ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഉണ്ട്. നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഡിസംബർ 13, 1946 ജവഹർലാൽ നെഹ്റു ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഉണ്ട്. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്താ? ഇറ്റ് ഈസ് ടു ഔട്ട്ലൈൻ ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് എന്തായിരിക്കും എന്ന് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്. സെക്യുലറിസം ആയിക്കോട്ടെ, ഡെമോക്രസി ആയിക്കോട്ടെ, സോഷ്യൽ ജസ്റ്റിസ് ആയിക്കോട്ടെ, സോവറിനിറ്റി ആയിക്കോട്ടെ, ഇൻഡിപെൻഡൻസ് ആയിക്കോട്ടെ, റിപ്പബ്ലിക് ആയിക്കോട്ടെ. സോ ഇതെന്താണ്? ഇറ്റ് ഗീവ്സ് us ദ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഇതിനെ പറയാം. അപ്പൊ ഇതൊരു ബ്ലൂ പ്രിന്റാ. ഈ ബ്ലൂ പ്രിന്റ് അനുസരിച്ചായിരിക്കും കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്തുണ്ടാക്കാൻ പോകുന്നത്? ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ പറയുന്ന ബേസിക് കാര്യങ്ങൾ അനുസരിച്ച്, അതിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷന്റെ ഐഡിയാസ് ഒക്കെ നിലനിർത്തിക്കൊണ്ട് ഒരു
കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി. കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ്, എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രിയാമ്പിൾ എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്തിട്ട് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫ്രണ്ടിൽ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഫുൾ ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, കോൺസ്റ്റിറ്റ്യൂഷന്റെ മൊത്തം സമ്മറി എടുത്തു. ടു സമ്മറൈസ് ദ വിഷൻ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അതിനെ നമ്മൾ എന്ത് വിളിച്ചു, പ്രിയാമ്പിൾ. ഇപ്പൊ ഇന്ത്യയുടെ ഒരു പ്രോപ്പർ മെത്തഡോളജി നിങ്ങൾ കാണണം. ആദ്യം കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളൊരു ഗൈഡ് ലൈനിന് വേണ്ടി, അത് നമുക്കും പുറത്തുള്ള രാജ്യക്കാർക്കും ഇവിടെയുള്ള ഇന്ത്യക്കാർക്കും എല്ലാം ഒരു മെസ്സേജ് ആയിരുന്നു. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നവർക്ക് അതൊരു ബ്ലൂ പ്രിന്റ് ആണ്, ഇന്ത്യക്കാർക്ക് അതൊരു ആശ്വാസമാണ്, പുറത്തുള്ളവർക്ക് അതൊരു മെസ്സേജ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഉണ്ടാക്കി വെച്ചു. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ പറയുന്ന ബേസിക് കോർ ഐഡിയാസ് അനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി. കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി കഴിഞ്ഞതെല്ലാം കൂടെ സമ്മറൈസ് ചെയ്തു. ആ സമ്മറി കോപ്പിയെ നമ്മൾ പ്രിയാമ്പിൾ എന്ന് വിളിക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, കോൺസ്റ്റിറ്റ്യൂഷന്റെ ആദ്യത്തെ പേജിൽ തന്നെ പ്രിയാമ്പിളിനെ പതിപ്പിച്ചു വെച്ചു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രിയാമ്പിൾ അവസാനമാണ് വന്നത്, അവസാനമാണ് അതിനെ അഡോപ്റ്റ് ചെയ്തത്. പക്ഷേ നമ്മൾ അതിനെ അഡോപ്റ്റ് ചെയ്തു, കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫസ്റ്റ് പേജിൽ കൊണ്ട് ഒട്ടിച്ചു. അങ്ങനെ വിചാരിച്ചാൽ മതി നിങ്ങൾ. അപ്പൊ ആദ്യം നമ്മളൊരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഉണ്ടാക്കി. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷന്റെ ഐഡിയ അനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി. ആ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ബേസിക് സമ്മറി എടുത്ത് നമ്മൾ പ്രിയാമ്പിൾ ഉണ്ടാക്കി, അഡോപ്റ്റ് ചെയ്തു. എന്നിട്ട് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫ്രണ്ട് പേജ് ഇതിനെ കൊണ്ട് ഒട്ടിച്ചു. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിച്ചാൽ, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഇല്ലെങ്കിൽ നമ്മുടെ കറക്റ്റ് ഐഡിയ അനുസരിച്ച് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടിയാണ്. ഇനി പ്രിയാമ്പിൾ എന്തിനാണ് നമ്മൾ അവസാനം ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഉണ്ടാക്കിയെന്ന് വെച്ചോ, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ചേഞ്ചസ് ഒക്കെ വരാം ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ നിന്ന് വന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ നമ്മുടെ പ്രിയാമ്പിളും ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനും വ്യത്യാസമുണ്ട്. നമ്മുടെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പറയുന്നത് റെസ്യൂട്ടറി പവർ സ്റ്റേറ്റിന്റെ കയ്യിലാണ്, പക്ഷെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തു നോക്കിയാൽ അത് യൂണിയന്റെ കയ്യിലാണ്. അപ്പൊ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷന്റെ ഒരു 90% അതനുസരിച്ച് തന്നെ ആയിരിക്കും കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവുന്നത്, പക്ഷെ കുറച്ച് ചേഞ്ചസ് ഉണ്ടാവാം. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ആദ്യം തന്നെ നമ്മളൊരു പ്രിയാമ്പിൾ ഉണ്ടാക്കിയിരുന്നെങ്കിൽ, പ്രിയാമ്പിളിൽ പറയുന്ന കാര്യങ്ങളും ചിലപ്പോൾ ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങളും രണ്ടായേനെ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ആദ്യം നമ്മൾ പ്രിയാമ്പിൾ ഉണ്ടാക്കിയില്ല, നമുക്കൊരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു മാക്സിമം അതേപോലെ തന്നെ അതിന്റെ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി. അത് കഴിഞ്ഞ് കോൺസ്റ്റിറ്റ്യൂഷന്റെ സമ്മറി എടുത്ത് നമ്മൾ പ്രിയാമ്പിൾ ആക്കി കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫസ്റ്റ് പേജിൽ ഒട്ടിച്ചു. അപ്പൊ ഇപ്പം നമ്മൾ നോക്കിയാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും പ്രിയാമ്പിളും തമ്മിൽ വ്യത്യാസമില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് പറയുന്നു അതിന്റെ സമ്മറി തന്നെയാണ് നമ്മുടെ പ്രിയാമ്പിൾ. അപ്പൊ അല്ലാതെ നമ്മൾ ആദ്യം ഒരു പ്രിയാമ്പിൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷനിൽ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ അത് പ്രിയാമ്പിളിൽ റിഫ്ലക്റ്റ് ആവില്ല. രണ്ടും പ്രിയാമ്പിൾ വായിക്കുമ്പോൾ വേറൊരു കാര്യമൊന്നും, കോൺസ്റ്റിറ്റ്യൂഷൻ വായിക്കുമ്പോൾ വേറൊരു കാര്യം തോന്നും. അപ്പൊ നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം, ആദ്യം നമ്മൾ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്തു. അതനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി എന്ത് ചെയ്തു, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തു. കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വന്നു, എന്നാലും കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പ്രിയാമ്പിൾ ഉണ്ടാക്കി, കോൺസ്റ്റിറ്റ്യൂഷന്റെ സമ്മറി. എന്നിട്ട് ആ പ്രിയാമ്പിളിനെ എടുത്ത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫസ്റ്റ് വെച്ചു. ഇതാണ് ഇന്ത്യയിൽ നടന്ന ശരിക്കുള്ള പ്രോസസ്സ്. സ്റ്റുഡൻസ്, ഇനി നമുക്ക് ലാസ്റ്റ് ഒന്ന് നോക്കാനുള്ള ഭാഗം പാർട്സ് ഓഫ് ദ പ്രിയാമ്പിൾ. ഈ പാർട്സ് ഓഫ് ദ പ്രിയാമ്പിൾ ആണ് നമ്മൾ നേരത്തെ നോക്കിയത്. നമ്മുടെ പ്രിയാമ്പിളിൽ എന്തൊക്കെ ഉണ്ട്, സെയിം തിങ് ഇസ് റിപ്പീറ്റഡ് ഇൻ എ ഡിഫറെന്റ് ലാംഗ്വേജ്. അപ്പൊ പാർട്സ് ഓഫ് ദ പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാലും പ്രിയാമ്പിളിനകത്ത് എന്തുണ്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഓക്കെ, റിഫ്ലക്ഷൻസ് ഓഫ് ദ പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാലും സെയിം ആണ്. അപ്പൊ നമുക്ക് ആദ്യം എന്തുണ്ട്, ഒരു ഡിക്ലറേറ്ററി ആസ്പെക്ട് ഉണ്ട്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി this 26th day of November 1949 do hereby adopt, enact and give yourself constitution. ഈ ഡിക്ലറേറ്ററി ആസ്പെക്ട് എന്താ കാണിക്കുന്നത്, സോഴ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എവിടുന്ന പവർ കിട്ടുന്നത്, വി ദ പീപ്പിളിന്റെ കയ്യിൽ നിന്ന്. ഇത് സെയിം ആണ് ഇവിടെ പറയുന്നത്, സോഴ്സസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിറൈവ്സ് ഇറ്റ്സ് അതോറിറ്റി ഫ്രം ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. അതായത് ഇന്ത്യയിൽ എന്തുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ സോവറിനിറ്റി ഉണ്ട്, അല്ലെങ്കിൽ പോപ്പുലർ സോവറിനിറ്റി ഉണ്ട്. അപ്പം ഈ ഡിക്ലറേറ്ററി ആസ്പെക്ട് എന്ന് നമ്മൾ പറഞ്ഞാലും ഓക്കെ, സോഴ്സസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെ. പ്രിയാമ്പിളിനകത്ത് സോഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ കാണും, അല്ലെങ്കിൽ പ്രിയാമ്പിളിന് ഒരു ഡിക്ലറേറ്ററി ആസ്പെക്ട് ഉണ്ട്, രണ്ടും ഒന്ന് തന്നെയാണ്. ഇനി ഒരു റെസല്യൂട്ടീവ് ആസ്പെക്ട് ഉണ്ട്. വി സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് അവർ സെൽഫ് ഇൻ ടു എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. അപ്പൊ ഇന്ത്യൻ സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ ഭരണഘടനയുടെ റിസോൾവ് ആണ് കാണിക്കുന്നത്. നമ്മൾ എന്തായി മാറും, ഒരു സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയിട്ട് മാറും. സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയിട്ട് മാറും. ഇത് സെയിം അല്ലേ, ഇന്ത്യൻ സ്റ്റേറ്റിന്റെ നേച്ചർ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. അപ്പം ഇന്ത്യൻ സ്റ്റേറ്റിന്റെ നേച്ചറിനെ തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റെസല്യൂട്ടീവ് ആസ്പെക്ട് എന്ന് വിളിക്കുന്നത്. സെയിം. ഇനി നമുക്കൊരു പ്രോമിസറി ആസ്പെക്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റേറ്റ് ജനങ്ങൾക്ക് എന്തൊക്കെയാ പ്രോമിസ് ചെയ്യുന്നത്, ടു സെക്യൂർ ടു ഓൾ ഇറ്റ്സ് സിറ്റിസൺസ് ജസ്റ്റിസ്, ഓക്കെ, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി. അപ്പം നമ്മളിവിടെ
പ്രോമിസറി ആസ്പെക്ട് സ്റ്റേറ്റിന്റെ പ്രോമിസ് ആണ്, കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രോമിസ് ആണ് ജനങ്ങൾക്കുള്ള. അപ്പൊ ഈ പ്രോമിസറി ആസ്പെക്ട് എന്ത് തന്നെയാണ്? സ്റ്റേറ്റ്മെന്റ് ഓഫ് ഒബ്ജക്റ്റീവ് ആണ്. ഓക്കെ, ക്ലിയർ? ഇനി ഒരു എനാക്റ്റീവ് ക്ലോസ് ഉണ്ട്. എന്നാണ് ഈ ഭരണഘടനയെ അഡോപ്റ്റ് ചെയ്ത്? ഇതെന്തും സെയിം ആണ്, ഡേറ്റ് ഓഫ് അഡോപ്ഷൻ ആയിട്ട് സെയിം ആണ്. അപ്പൊ ഞാൻ പറയുവാണെങ്കിൽ ഡിക്ലറേറ്ററി ആസ്പെക്ട് സെയിം ആസ് സോഴ്സസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, റെസല്യൂട്ടീവ് ആസ്പെക്ട് സെയിം ആസ് ഒബ്ജക്റ്റീവ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, പ്രോമിസറി resolutive aspect is same as nature of the Indian state. Okay, promissory aspect is same as statement of objective, and enacting clause is same as date of adoption. Okay, but date of adoption നോക്കി കഴിഞ്ഞാൽ this is your enacting clause. Okay, statement of objective എന്ന് പറഞ്ഞാൽ promissory part, you can see promissory aspect. Okay, nature of state എന്ന് പറഞ്ഞാൽ റെസല്യൂട്ടീവ് ആസ്പെക്ട്, സോഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഡിക്ലറേറ്ററി ആസ്പെക്ട്. അപ്പൊ രണ്ടും ഒരുപോലാണ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പ്രിയാമ്പിളിന്റെ ഡീറ്റെയിൽസ് കുറച്ചുകൂടെ നോക്കും. ഓക്കെ, പ്രിയാമ്പിളിന്റെ ലീഗൽ ഹിസ്റ്ററിയും കാര്യങ്ങളും ഒക്കെ നമ്മൾ കുറച്ചുകൂടെ നോക്കും. പിന്നെ പ്രിയാമ്പിളിലുള്ള വാക്കുകളെല്ലാം നമ്മൾ ഡൈസെക്ട് ചെയ്ത് നമ്മൾ പഠിക്കും. ഓക്കെ, എന്താണ് ഇക്വാലിറ്റി, എന്താണ് ജസ്റ്റിസ്, ഇതിന്റെ ടൈപ്പ് എന്താണ്. ഓക്കെ, അപ്പം ഈച്ച് വേർഡ്സ് വിൽ ബി സ്റ്റഡീഡ്. പ്രിയാമ്പിളിൽ വരുന്ന ഓരോ വാക്കും നമ്മൾ പഠിക്കും. അപ്പൊ ആദ്യം പ്രിയാമ്പിളിൽ ലീഗൽ ഹിസ്റ്ററി, അത് കഴിഞ്ഞ് ഓരോ വാക്ക് നമ്മൾ പഠിക്കും. അപ്പൊ ഇന്നത്തെ ഡിസ്കഷൻസ് യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ.